ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഭയങ്കര തിരക്കാണ്. ഹവാ മഹൽ ജയ്പൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹവാ മഹൽ കാണാതെ മടങ്ങിപ്പോയത്. ജയ്പൂരിലൊരു മെയിൻ പ്ലേസ്. ഉദാഹരണത്തിന് നമ്മൾ ആഗ്രയിൽ പോയിട്ടുണ്ടെങ്കിൽ താജ്മഹൽ കാണാതെ മടങ്ങരുതല്ലോ, അതേപോലെ ഈ ഹവാ മഹൽ കാണാതെ, ഹവാ മഹൽ കാണാതെ നിങ്ങൾ പുറത്ത് പോയിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഹവാ മഹൽ. ബാക്കി നമുക്ക് ഇന്നാല് എപ്പിസോഡിനകത്ത് പോയിട്ട് ബാക്കി കാണാം. ജയ്പൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 5.5 കിലോമീറ്റർ വിട്ട് കഴിഞ്ഞാൽ ഈ ഹവാ മഹൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. ഈ ഒരു ഭാഗത്ത് ബഡി ചോപ്പർ, പിന്നെ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്ത് അവിടെ നടക്കേണ്ട ദൂരമുള്ളൂ. അപ്പോൾ ഹവാ മഹൽ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യം അതിൻ്റെ ഇടയിൽ ഇതങ്ങോട്ട് ഉള്ളിൽ കയറാനുള്ള വഴിയാണ്. ടിക്കറ്റ് എടുക്കണം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് നമ്മുടെ സ്വദേശികൾക്ക് 52 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെയൊക്കെ രണ്ടിൻ്റെ കണക്കാണുള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും ഫ്രണ്ട് ഭാഗം ഹവാ മഹലിൻ്റെ. മറ്റേ ഫോട്ടോയിലൊക്കെ കാണുന്ന ഒരു ഭാഗമുണ്ട്, അത് ശരിക്കും ബാക്ക് സൈഡാണ്, റോഡിനോട് സാരിയിട്ടുള്ളത്. ഇതിലൂടെയാണ് അങ്ങോട്ടേക്ക് കടക്കുന്ന വഴി. ഇതിലൂടെ കടന്ന് ഒരു സ്ലോപ്പിലാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഉയർന്നിട്ട് മറ്റേ ഭാഗത്തേക്ക് അങ്ങനെ ചെരിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതിലേ അങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ കയറി അങ്ങനെ പോകണം. ഞാൻ മുമ്പും പലതവണ മുമ്പ് 2017 അവിടെ വന്ന സമയത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അതേപോലെ തന്നെ വേറെ മാറ്റമൊന്നുമില്ല. ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക, നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക. ഇവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ നമുക്ക് അങ്ങനെ കണ്ടങ്ങനെ പോവാം. ഇതിൻ്റെ ചെറിയ ചരിത്രമൊക്കെ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി വന്നിരുന്നാൽ തന്നെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞൊരു ഹാളാണ്. അപ്പോൾ ഈ ഒരു ഹാള്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറാം. അങ്ങനെ ബാൽക്കണി മോഡലിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ കണ്ട് നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുകയും ചെയ്യാം. ജയ്പൂർ നഗരത്തിലൊരു കൊട്ടാരമാണ് ഈ ഹവാ മഹൽ എന്ന് പറഞ്ഞത്. ചുവപ്പും പിങ്കും മണൽക്കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. സിറ്റി പാലസ് ഉണ്ട് ഇവിടെ, അതിൻ്റെ അടുത്ത്. പിന്നെ ജന്തർ മന്ദർ, ഇതിൻ്റെ അടുത്തൊക്കെയാണ് നമ്മുടെ ഈ ഹവാ മഹൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നടന്ന് കാണുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങനെ കയറി അങ്ങനെ പോകാം. അതൊരു ബാൽക്കണി അതിൻ്റെ മുകളിൽ കണ്ടില്ലേ, അങ്ങനെ ചെറിയ മുറ്റം അങ്ങനെ പോയി ആ ഒരു ഭാഗം ഉണ്ടല്ലേ ഏറ്റവും ടോപ്പിൽ, അതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. റോട്ടിൽ നിന്ന് കാണുമ്പോഴുള്ള ഭാഗം അതാണ്. ശരിക്കും അത് ബാക്ക് ഭാഗമാണ്. നമ്മളിപ്പോൾ കയറി വന്നതാണ് ശരിക്കും ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ലോങ് വ്യൂ ആണ്. ഇങ്ങനെയാണ് ഉള്ളത്. നടുക്കൊരു ഫൗണ്ടനൊക്കെ ആയിട്ട് അങ്ങനെ പിങ്ക് കളറിലുണ്ടല്ലോ ഏറ്റവും, അതാണ് അതിൻ്റെ ആകർഷണം ആയ ഭാഗം. നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് കാണുമ്പോഴുള്ള ഭാഗം അതൊക്കെയാണ് ഫോട്ടോത്തിൽ, അതാണ് കാണുക. അപ്പം നമുക്ക് അങ്ങനെ നടന്നങ്ങനെ കാണാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറാണ്ട് ഇവിടെ ഇങ്ങനെ റാമ്പുണ്ട്. ഇങ്ങനെ ഒരു ഗ്രിപ്പൊക്കെ വെച്ചിട്ടില്ല, ഇങ്ങനെ കാലൊന്നും സ്ലിപ്പായി പോവില്ല. അപ്പോൾ ഇതിലൂടെ അങ്ങനെ അങ്ങോട്ട് കയറി അങ്ങനെ പോവാം. അപ്പോൾ അതുകൊണ്ട് മറ്റേ സ്റ്റെപ്പ് കയറുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിലൂടെ അങ്ങനെ കയറിയിട്ട് ഈ ഒരു ഫ്ലോറിലേക്ക് എത്താം. അങ്ങനെ എത്തി ലാസ്റ്റ് ഏറ്റവും ടോപ്പ് വരെ എത്തും. അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ നിന്നിരുന്ന ഭാഗമാണ് ഇതിൻ്റെ താഴെയുള്ള ഭാഗം. കണ്ടില്ലേ ഈ ഒരു ഭാഗം. ഞാൻ അവിടെ നിന്നാണ് കയറി വന്നത്, ആ ഒരു ഭാഗത്തു നിന്നുണ്ടല്ലേ. സന്ദർശകർ പൊതുവേ കുറവാണ്, അധികം ആളുകളൊന്നുമില്ല. ഇപ്പം വെയിലൊക്കെ വന്നിട്ടുണ്ട്. സൂര്യൻ ഇതുവരെ പുറത്തേന്ന്, ഇപ്പോൾ സൂര്യൻ അങ്ങോട്ട് നല്ലോണം ഉദിച്ചെത്തിയിട്ടുണ്ട്. നല്ല കാലാവസ്ഥയാണ്. കുറച്ച് ഹിന്ദിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളല്ല, കുറച്ച് 10-25 വയസ്സുള്ള ആളുകൾ. മെയിൻ്റെനൻസൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അവരെ കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ് ഞാൻ.
ഇതൊരു ലോങ് വ്യൂ ആണ്. ഇതാണ് ഫ്രണ്ട് ഭാഗം, ആ ഒരു ഭാഗം. ഇപ്പം ഞാൻ നിൽക്കുന്നത് റോഡിൻ്റെ ആ ഭാഗത്തേക്ക് നിൽക്കുന്നതാണ്. രണ്ട് ഭാഗം റോഡാണ്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും റോഡാണ്. പക്ഷേ ബാക്കിലാണ് ഇതിൻ്റെ മെയിൻ റോഡ് പോകുന്നത്. 1799 ഈ ഹവാമഹലിൻ്റെ പണി പൂർത്തിയായത്. ഇതുണ്ടാക്കിയ ആർക്കിടെക്റ്റ് ലാൽചന്ദ് ഉസ്താദാണ്. ഹിന്ദു രജപുത്ര വാസ്തുവിദ്യയിൽ നമ്മുടെ അന്നത്തെ മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഈ ഹവാമാളിൻ്റെ റൈറ്റും ലെഫ്റ്റുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, റോട്ടിലേക്കുള്ളൊരു വ്യൂ, അത് കാണാം നമുക്കിനി. ഇതാണ് മെയിൻ റോഡ്. ഈ കാണുന്നതാണ് മെയിൻ റോഡ്. പക്ഷേ ഈ ഹവാമാളിൻ്റെ ബാക്കാണിത്. ഫ്രണ്ട് മറ്റേ ഭാഗത്താണ്, നേരത്തെ കയറിയ ഭാഗത്ത്. കണ്ടാൽ ഇതാണ് ഫ്രണ്ട് തോന്നും, പക്ഷേ ഫ്രണ്ട് ഇതല്ല, ഇതിന് ബാക്ക് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ട് ഉണ്ടല്ലേ. ഈ രാജസ്ഥാൻ്റെ സ്ഥാപകനായ മഹാരാജ സവായ് ജയ്സിംഗിൻ്റെ ചെറുമകനുണ്ട്, മഹാരാജ സവായ് പ്രതാപ് സിംഗ്. അവർ 1799 പണിയിപ്പിച്ചാണിത്. മുമ്പൊരു ഗേത്രി മഹലിൻ്റെ ഒരു ഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ ഒരു മഹത്തായതും ചരിത്രപരവുമായ ഈ കൊട്ടാരം നിർമ്മിച്ചത്. 953 ചെറിയ ജനലുകളുള്ളതാണ് ഇതിനുള്ളൊരു പ്രത്യേകത. ഇവിടുത്തെ രാജകീയ സ്ത്രീകളെ തെരുവിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റാതെ ഇവർക്ക് പിന്നെ ഇവിടെയുള്ള തെരുവിലെ ആഘോഷങ്ങളും പിന്നെ ദൈനംദിന ജീവിതവും ഉത്സവങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു വാസ്തുവിദ്യ ഡിസൈനിന് ലാറ്റിസ് ഡിസൈൻ എന്നാണ് പറയുക. ഈ ഭയങ്കര ചൂടുകാലത്ത് തണുത്ത കാറ്റ് പ്രവഹിക്കാൻ ഈ ചെറിയ ജനലുകൾ ഉപയോഗപ്പെടും. ഈ ഒരു ചുറ്റുപാടും കംപ്ലീറ്റ് കണ്ടില്ലേ, ബാൽക്കണിയാണ് ഈ ഒരു ഭാഗം, സൈഡിൽ കൂടി കംപ്ലീറ്റ്. അപ്പോൾ ഇനി ഇതിലെ അങ്ങനെ അങ്ങോട്ട് മറ്റേ ഭാഗത്തേക്ക് പോവാണ്. ഇതൊക്കെ ഈ കാണുന്നത് റോഡിന് ഫേസായിട്ട് നിൽക്കുന്ന ഭാഗമാണ്. ഇവിടെ നമ്മളെ തല മാത്രം അതിനുള്ളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹോളാണുള്ളത്. അപ്പോൾ ഞാനിതിനുള്ളിൽ കൂടി തല ഇടാൻ പോവാണ്. ഇതാണ് റോട്ടിലെ കാഴ്ചകൾ ഉണ്ടല്ലേ. ഈ നീളം കംപ്ലീറ്റ് റോഡാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം, റോഡ് ഭാഗമല്ല, ഫ്രണ്ട് ഭാഗമല്ല, ബാക്ക് ഭാഗം. ഇത് മരം. ശരിക്കും ഇതിന് 5 നിലകളാണുള്ളത്. ഇതിൻ്റെ റൂട്ടിൽ നിന്ന് കാണുന്ന ഭാഗം ഇതൊക്കെ ഇങ്ങനെ പോകാനുള്ള വഴികളാണ് ഉണ്ടല്ലേ. അതുകൊണ്ട് കോണില്ലാത്തതുകൊണ്ട് നല്ല സുഖമാണ്. ഇതിലെങ്ങനെയാണ് പോയി അങ്ങനെ കയറി അങ്ങനെ പോവാം. ഇതുണ്ടല്ലേ ജനലുകളുണ്ട്, ചെറിയ ജനലുകൾ. ഇങ്ങനത്തെ 953 ഇതിൻ്റെ ഉള്ളിലുള്ളത്. ചൂടുകാലത്ത് തണുപ്പ് കാറ്റ് വന്നിട്ട് ഇതിന് ഉൾഭാഗമൊക്കെ നല്ല തണുപ്പാക്കുന്നൊരു വാസ്തുവിദ്യാ ശൈലിയൊക്കെ കൂടിയാണ്. ഇതേപോലെ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ ഭാഗമാണ്. റോഡിന് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗം തന്നെയാണ് ഇതൊക്കെ. ഇതുണ്ടല്ലേ. ഈ ഹവാമഹലിന് ഒരു മുഖം ഇരിക്കുന്നതിനായിട്ട് 2006 ഏകദേശം ഒരു 4.5 ദശലക്ഷം രൂപ ചിലവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ഭാഗങ്ങളൊക്കെ പിന്നെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് അത് എടുത്ത് ചെയ്യുന്നത്. ഇവിടുത്തെ ഇതിൻ്റെ കളർ കൊണ്ടാണ് ഈ ജയ്പൂരിനെ പിങ്ക് സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം നമുക്കിനി ഇങ്ങനെ നടന്ന് അങ്ങനെ കറങ്ങി കാണാം. ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഫോട്ടോ എടുക്കലൊരു ഒക്കെ ഉള്ള സ്ഥലമാണിത്. ഇങ്ങനെ ഫോട്ടോ പ്ലേസാണിത്.
ഞാൻ ഫസ്റ്റിൽ ഒരു കൂടി തലട്ട് നോക്കിയില്ലേ, ആ ഒരു ഭാഗമാണ്, ആ ഒരു ഭാഗം, ആ ഒരു ഏരിയയിൽ. ഇതാണ് ലാസ്റ്റ് ഫ്ലോർ. ഞാൻ കയറാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗത്തേക്കാണ് ഇനി കയറുന്നത്. ആകെ ഒരു 50 സെന്റിമീറ്ററാണ് ഇതിന്റെ വീതി ഉള്ളത്. കണ്ടത് കയറലും ഇറങ്ങലും ഒക്കെ ഒരേപോലെ തന്നെ. ഒരു സ്ഥലം കൂടിയുണ്ട്, ചെറിയൊരു അടവഴി അവിടെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ കയറി പോകൂല. അപ്പൊ ഞാന് അതിന്റെ ഇതിനെ ഒരു ചെറിയ സ്റ്റെപ്പ് ആയിട്ട്, അതാണ് ഏറ്റവും ടോപ്പിലെ വിൻഡോ. ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇത് 2 ഉണ്ട്. ഈ 2 ഭാഗത്തുള്ള ഈ 2 ഭാഗം ക്ലോസ് ആണ്. ഈ 3 ഞാനിപ്പോ ഉള്ളത് ഹവാമാളിന്റെ ഏറ്റവും ടോപ്പിലാണ്. ഈ ടോപ്പിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച നമുക്ക് കാണാം. എങ്ങനെയാണുള്ളത് ഇതുണ്ടല്ലോ, ഇതാണ് ഏറ്റവും ടോപ്പ് ഭാഗം. അതിൻ്റെ നിലമാണ് ഈ കാണുന്നത്. ഈ നിലത്തുനിന്ന് ഇങ്ങനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ താഴെ ഒരു ഫ്ലോറ്, പിന്നെ കംപ്ലീറ്റ് ഓപ്പൺ ഏരിയയാണ് അങ്ങോട്ടേക്ക്. എന്നിട്ട് ആ ഭാഗം ഓപ്പണാണ്, പിന്നെ അതിന് ആ മറ്റേ ഭാഗം ഓപ്പണാണ്. ഇത് കംപ്ലീറ്റ് പേര് ഭാഗങ്ങളാണ്. അവിടെയൊക്കെ സോളാർ വെച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പാണ് കാണുന്നത്. ഇത് ഏറ്റവും ടോപ്പിലുള്ള ഒരു ജനലാണ്. ഏറ്റവും ചെറുതിനെക്കാളും കുറച്ചൊരു വലുത്, ഏകദേശം 1 അടി ഹൈറ്റും 25 സെന്റിമീറ്റർ വീതി ഉണ്ടാവും. അതിനുള്ളിൽ കൂടി നമുക്ക് പുറത്തെ കാഴ്ച ഒന്ന് കാണാം. ഇങ്ങനെ വന്ന് ഇതിന്റെ പുറത്ത് ഞാനിപ്പോൾ തലട്ടതുണ്ടല്ലേ.
ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട്. അങ്ങനെ ദൂരെ കണ്ടല്ലോ, അതാ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് ഇവിടെ അമേരിക്കക്കാരത്തെയാണ്. ഇവര് അമേരിക്കക്കാരാണ്. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. വേറൊരു ഇനി അങ്ങനെ താഴേക്ക് ഇറങ്ങാണ്. ഇവിടെ ഇതിൻ്റെ ഒരു ചെറിയ മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ ഒരു സാമ്പിളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഈ ഒരു ഭാഗം ഗ്ലാസ്സിലാക്കിയിട്ട് ഇത് ശരിക്കും കണ്ടാൽ ഇതിൻ്റെ ലെവല് മനസ്സിലാവും. ഒരു ഭാഗം അങ്ങനെ സ്ലോപ്പായിട്ടാണ് ഇതുള്ളത്. ഫുൾ നല്ല സ്റ്റൈലായിരിക്കുന്നത് ഉണ്ടല്ലേ. ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ താഴ്ന്നിട്ട് അങ്ങനെയാണുള്ളത്. ഇതാണ് ഫ്രണ്ട് സൈഡ്. അതിൽ കൂടെ ഇപ്പോൾ നമ്മൾ കയറിയത് ആ ഒരു ഭാഗത്ത് കൂടി. ഇത് ഗ്ലാസ്സിനോട് ഉണ്ടാക്കി വെച്ചില്ലേ. ഗ്ലാസിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇതിൻ്റെ ആകപ്പാടെ തുമ്പിലാക്കിയിട്ടുണ്ടാവും. ഇതാണ് ഈ ഒരു സംഭവം. ഇതാണ് റോട്ടിൽ നിന്ന് കാണുന്ന വ്യൂ. അപ്പോൾ ഈ ഹവാമാളിൻ്റെ മോഡൽ നല്ല സൂപ്പറല്ലേ, ഉഷാറാണ്. പ്രതാപ് സിംഗിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെയാണ് എഴുതിച്ചില്ല. പുള്ളിക്കാരനാണ് ഈ നിൽക്കുന്ന ആൾ. നല്ല സ്റ്റൈൽ മാനാണ്. പ്രതാപ് സിംഗ് ആണ്. ഇതൊരു കഫ്തീരിയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു പപ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് കഴിച്ചാലട്ടെ. അത്യാവശ്യം ചെറിയൊരു വിശപ്പുണ്ട്. രാജസ്ഥാൻ്റെ തനതായ ഡാൻസ് ഉണ്ടല്ലോ, ബൊമ്മോണ്ടല്ലേ. അപ്പം അത് ഇവിടെയുണ്ട്. ജയ്പൂരിൻ്റെ ഒരു ഭാഗമാണ്. കയറിയ വഴി കൂടി അല്ല പോവുക. ഇത് എക്സിറ്റാണ്. ഇതിലങ്ങനെ ആയിട്ട് ഇടവഴിയാണ് പോലത്തെ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും കുറച്ച് പിന്നെ എന്തൊക്കെ ഗാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കണ്ടിട്ട് അങ്ങനെ നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് കിടക്കാം. ഇത് കുറേ കല്ലുകൊണ്ടുള്ള കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
इनका फोटो ले लो ताकि इधर वो बकवास Where from you? I'm from Brazil. How is India? Oh, it's amazing. Very nice. Yeah, it's very nice. This first time in? Yeah, it's my first time. Yeah. With the family, no? No. Yes, I'm married. Good name, please. Sabrina. Sabrina. Nice. Yeah. ഫുൾ തിരക്കാണ്. ദൂരാള് കയറുന്നു. അതിലാണ് ഹവാമഹലിലേക്ക് കയറുക. അതിന്റെ റൈറ്റ് ഭാഗത്താണ് എക്സിറ്റ്. അങ്ങനെ ഇതിൻ്റെ എക്സിറ്റ് വഴിക്കാണ് എത്തിയിട്ടുണ്ട്. ഇതിലേ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡിലെത്തും. മെയിൻ റോഡിൽ ഈ കാണുന്ന ഹവാമഹൽ, ഇവിടെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം. അതായത് ഈ ഹവാമഹലിൻ്റെ ബാക്ക് ഭാഗം ഞാൻ പലതവണ പറഞ്ഞിരിക്കുന്നത് അതേപോലെ. അപ്പോൾ ഇതാണ് ആ ഹവാമഹലിൻ്റെ കാഴ്ച, റോട്ടിൽ നിന്നുള്ള കാഴ്ച. നല്ല അടിപൊളിയാണ്. രാത്രിയിലൊരു കാഴ്ച ഉണ്ട്, അതും ഭംഗിയുള്ളതാണ്. ലൈറ്റൊക്കെ ഇട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ജയ്പൂർ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണണം ഇവിടേക്ക്, ഈ ഹവാമഹൽ കാണാൻ. 5.5 കിലോമീറ്ററുള്ളും ജയ്പൂർ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൂ. ഹവാമഹലിൻ്റെ നേരെ റോഡുണ്ട്, വൺ വേ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഷോപ്പുകളുണ്ട്. ആ ഷോപ്പിൻ്റെ അവിടെ നിന്ന് എടുത്താൽ മതി വീഡിയോ. അപ്പോഴാണ് നല്ല ഫുൾ ലെങ്ത്തിൽ കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടൂല. അപ്പോൾ അത്യാവശ്യം സൂര്യനൊക്കെ വന്ന് നല്ല ലൈറ്റൊക്കെ ആയിട്ട് ഉഷാറായിട്ടുണ്ട്. എല്ലാവരും ഇതിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഈ ഹവാമഹലിന്റെ റോഡ് ഏത് സമയത്തും തിരക്കായിരിക്കും. രാത്രി ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഹവാമഹൽ ജയ്പൂരിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സാധനമാണ് ഹവാമഹൽ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.